ഉണ്ടാക്കാം. എന്നാ ജിണ്ടാക്ക് എടജിണ്ടാക്കിക്കൊന്നാ. ഈശ്വരാ രക്ഷിക്കണേ. മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവിക്കെതിരെ സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച പരാതി. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് എന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് പരാതി. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്കറിയാം ആരാ മണ്ടനെന്ന്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ R.A. അരുൺ എന്നയാളാണ് പരാതി നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ രവിയുടെ പ്രവൃത്തിയെന്നും ഇത് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നും വ്യക്തമാക്കിയ പരാതിക്കാരൻ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി തന്നെ അപലപിക്കുകയാണ് ഉണ്ടായത്. ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. മോഹൻലാലിനൊപ്പം മേജർ രവി അടങ്ങുന്ന സംഘം ഇന്നലെയാണ് വയനാട് ദുരന്തമുഖത്ത് എത്തിയത്. വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്നും സെൽഫി എടുത്ത മേജർ രവിക്ക് കടുത്ത വിമർശനമാണ് ഉണ്ടായിരുന്നത്. നടനും ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനൊപ്പമുള്ള സെൽഫിയാണ് നടനും സംവിധായകനുമായ മേജർ രവി പങ്കുവച്ചത്. PRO ഡിഫൻസ് കൊച്ചി എന്ന എക്സ് പേജിലാണ് മേജർ രവി സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയർന്നത്. ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇയാൾ മേജർ രവിയല്ല മൈനർ രവിയാണ് എന്നാണ് ചിലർ പ്രതികരിക്കുന്നത്. ഹലോ. ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും നിലവിലുള്ളത്. അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലെത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനുള്ള ഔചിത്യം കാണിക്കണമെന്നും സെൽഫി എടുത്ത് ശരിയായില്ല എന്നുമാണ് വിമർശനം. ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തതിന് ആ LP സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. കംപ്ലീറ്റ് ലെവലാക്കി. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.